അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ അധികം കുക്കറിനകത്താണ് വെച്ചേക്കുന്നത്. 2 സീറ്റ് അടിച്ചാൽ മതിയപ്പോഴത്തേക്ക് അത് വെന്തോളും. അപ്പം ഞാൻ പിന്നെ പച്ചടിയും പുളിശ്ശേരിയും ഒക്കെ വെക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ആങ്ങളൻ ബോംബെയിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട് അവധിക്ക് ഓണത്തിന് വേണ്ടി. അപ്പോൾ എനിക്ക് ഓണത്തിന് ഞാൻ പിന്നെ ഇവിടെ ഒരിടം വരെ പോകും. അത് കാരണം ഓണത്തിനൊന്നും ഒരുക്കുന്നില്ല. അത് കാരണം ഞാൻ ഇന്ന് അവൻ വന്ന കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് അവന് ഇച്ചിരി ആഹാരമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പം പിന്നെ ചോറും കുക്കറിൽ വെച്ചു. അവിയൽ ഞാൻ കുക്കറിനകത്ത് 2 അടി അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കെടുത്തി വെച്ചു. അപ്പോൾ ഇനി അവിയൽ അരപ്പൊക്കെ ഇട്ട് ശരിയാക്കണം. പിന്നെ ഞാൻ പച്ചടിയും വെച്ചു പുളിശ്ശേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളെ ഞാൻ കാണിക്കും. അപ്പം നമ്മളിന്ന് പിന്നെ ഇത് ഏത്തക്ക പച്ചടിയാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ഒരു 3 ഏത്തക്ക എടുക്കാം എന്ന് വെച്ചാൽ ഇച്ചിരി ഏറെ വേണം. അപ്പം അതിങ്ങനെ വേണം അരിയാൻ. നമുക്കൊരു 3 എണ്ണം എടുക്കാം. എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിയുമ്പോൾ അധികം കാണത്തില്ല. ഇത് നാടനേത്തക്കായി. നമുക്കൊരു 3 എണ്ണം എടുത്ത് ഒന്നരിഞ്ഞ് ഇച്ചിരി പച്ചടി വെക്കാം. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ അത് എടുത്ത് പച്ചടി എടുക്കും. അപ്പം നമുക്ക് 2 തണ്ട് കരിയാപ്പില, ഒരു 2 പച്ചമുളക്. നമ്മളിത് പച്ചടിക്കാണ് വെക്കുന്നത്. പിന്നെ അരിമുളക് പൊടി ഇടും, പക്ഷേ ഞാൻ ഇത്രയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കണം, കളർ വേണം മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഇത് വേവാനും മാത്രം. ഇത് വെന്ത് പറ്റണമല്ല. അപ്പം ഇതെങ്ങനെ ഇച്ചിരി ഉപ്പൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം. ആവശ്യത്തിന് ഉപ്പ് കിട്ടും. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പച്ചടി എല്ലാം പിന്നെ എല്ലാം ഞാൻ പച്ചടി എല്ലാം കിടന്ന് വീഴുന്നു. പിന്നെ അവിയൽ ഞാൻ കുക്കറിനകത്താണ് വെച്ച്. പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെ കണ്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് വെച്ചേക്കുന്നത്. ഇനി നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അവിയൽ ഒരു കാര്യം ചെയ്യണം. ഇച്ചിരി തേങ്ങ നമുക്ക് പൊട്ടിച്ച് തിരുമ്മ. ഒരു തേങ്ങ പൊട്ടിച്ച് തിരുമ്മി അരയ്ക്കും. ആഹാരം എല്ലാം